സിമ്പിളായിട്ട് തന്നെ വീട്ടിലെങ്ങനെയാണ് ബട്ടർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാല് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പാട നമുക്ക് നീക്കി വെക്കണം. അങ്ങനെ ഒരു മാസമായിട്ട് ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പാല് കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാട പൊട്ടിപ്പോവാണ്ട് ഇത്തിരി തിക്കിലായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുന്നതും എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ മിസ്സിങ് ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അത് അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ അത് കുറച്ച് സമയം പുറത്ത് വെച്ച് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന പരുവത്തിലാവുന്ന സമയത്ത് അതെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ ആ ഒരു വെണ്ണ നമുക്കതിൽ നിന്ന് സെപ്പറേറ്റായി കിട്ടും കേട്ടോ. ഇനി ഇതാ ഒരു ബൗളിനകത്തേക്ക് ഐസ് വാട്ടർ ഒഴിച്ച് അല്പം ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിൽ നിന്ന് നമ്മളുടെ ആ വെണ്ണനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലുള്ള സ്പാച്ചിൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ. കൈ വെച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഈ ഒരു ഐസ് വാട്ടറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് മുഴുവനായിട്ടും തന്നെ ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ ഡെയിലി തിളപ്പിച്ചെടുക്കുന്നത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു പാൽപ്പാട കൊണ്ടാണ് നമ്മൾ ഇത്രയും വെണ്ണ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഒരു ഐസ് വാട്ടറിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും പ്രസ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്തെടുത്താലും മതി. ഇല്ലെന്ന് വെച്ചെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. വാഷ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന ഈ ഒരു ബട്ടർ മിൽക്ക് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തൈരാക്കി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പാൻ കേക്കിന് യൂസ് ചെയ്യാം, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.